നമുക്ക് അല്ലാഹുവിന്റെ ഹബീബിന്റെ പരിശുദ്ധമായ മസ്ജിദുൻ നബവിയിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കണം. പരിശുദ്ധരായ ഹബീബിന്റെ മസ്ജിദുൻ നബവിയിൽ സ്വഹാബത്ത് മുഴുവനും നിറഞ്ഞിരിക്കുകയാണ്. എല്ലാ സ്വഹാബത്തും ഇരിക്കുമ്പോൾ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബ എല്ലാവരെയും ഒന്ന് വിളിക്കണം, എല്ലാ സ്വഹാബത്തിനെയും ഒന്ന് വിളിക്കണം. അതിൽ ചെറുപ്പക്കാരെന്നില്ല, വയസ്സായവരെന്നില്ല, എല്ലാവരെയും മസ്ജിദുൻ നബവിയുടെ അകത്തട്ടിലേക്കൊന്ന് വിളിക്കണം. അങ്ങനെ വിളിച്ചു കൊണ്ടുവരാൻ ഏൽപ്പിച്ചത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെയും സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ രണ്ടുപേരെയും ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, മദീനയുടെ ചാരത്തുകൂടെ കടന്നുപോയി എല്ലാവരെയും വിളിക്കണം, എല്ലാ സ്വഹാബത്തിനെയും വിളിക്കണം. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വാക്ക് കേട്ടുകൊണ്ട് സ്വഹാബത്ത് അവിടെ നിന്ന് കടന്നു പോവുകയാണ്. മദീനയുടെ ചാരത്തുകൂടെ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കടന്നു പോവുകയാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കടന്നു പോവുകയാണ്. അല്ലാഹുവേ, മദീനയുടെ ചാരത്തുള്ള പ്രിയപ്പെട്ട സ്വഹാബത്തിനെ വിളിക്കുകയാണ്. സ്വഹാബാ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ മസ്ജിദുൻ നബവിയിലേക്ക് നിങ്ങളെ വിളിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് കടന്നു വരുവോ സ്വഹാബാ? പടച്ചവനെ, ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്വഹാബത്ത് അവർ ചെയ്തുകൊണ്ടിരുന്ന ജോലികളൊക്കെ വലിച്ചെറിഞ്ഞിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് വരികയാണ്. എല്ലാവരും കടന്നിരിക്കുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു പോവുകയാണ്, സ്വഹാബാ, നിങ്ങളെ എല്ലാവരെയും കാണാൻ എനിക്കും ആഗ്രഹമായി. എൻ്റെ മനസ്സിൻ്റെ ഉള്ളില് നിങ്ങളെ മുഴുവനും കാണണമെന്നൊരു കൊതി കൊണ്ട് ഞാൻ നിങ്ങളെ വിളിച്ചതാണ് സ്വഹാബാ. എന്നാ നിങ്ങൾ പറഞ്ഞോ, അല്ലാഹുവിന്റെ പ്രവാചകർ കിടന്നുറങ്ങുന്ന ഈ പരിശുദ്ധമായ മസ്ജിദുൻ നബവിയുടെ ചാരത്തിരുന്ന് ഞാൻ എന്ത് വിഷയമാണോ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാനുള്ളത്? ഉടൻ തന്നെ അവിടുന്ന് സ്വഹാബത്തിന്റെ കൂട്ടത്തില് ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു പോവുകയാണ്, അല്ലയോ ഉമറേ, നമ്മൾ കിടക്കുന്നത് എവിടെയെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകർ കിടന്നുറങ്ങുന്ന പരിശുദ്ധമായ മസ്ജിദുൻ നബവിയുടെ ചാരത്താ നമ്മൾ കിടക്കുന്നത്, മുസ്തഫ നബി തങ്ങൾ കിടക്കുന്നത്. അതുകൊണ്ട് ഹബീബിന്റെ ചാരത്തിരിക്കുമ്പോ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഇഷ്ടപ്പെട്ട വിഷയം ഏതാണോ നിങ്ങൾ പറയുമോ സ്വഹാബാ? അല്ലാഹുവേ, പ്രിയപ്പെട്ട സ്വഹാബാക്കളുടെ കൂട്ടത്തിൽ ആരാ ഈ ചർച്ചകൾ ചെയ്തുകൊണ്ട് കടന്നു പോകുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകരുടെ കൂടെ കഴിഞ്ഞ സ്വഹാബത്ത്, മുസ്തഫ നബി തങ്ങളുടെ വാക്ക് കേട്ട സ്വഹാബത്ത്, പ്രിയപ്പെട്ട ഹബീബിന്റെ കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ പഠിച്ചുകൊണ്ട് ജീവിതം മെച്ചപ്പെടുത്തിക്കൊണ്ട് കടന്നു വന്ന പ്രിയപ്പെട്ട സ്വഹാബത്ത് പറയുകയാണ്, പ്രിയപ്പെട്ട ഉമറേ, ഹബീബിന്റെ മദ്ഹ് എത്ര പറഞ്ഞാ നമുക്ക് മതി വരില്ല. അതുകൊണ്ട് പറയുമോ, ഹബീബിന്റെ മദ്ഹ് എത്ര പറഞ്ഞാലും നമുക്ക് മതി വരില്ല. അതുകൊണ്ട് നിങ്ങൾ പറയും സ്വഹാബ, അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞോ ഉമറേ. ഉമർ ഇബ്നുൽ ഖത്താബ് ഇൻഷാ അല്ലാഹ് ഹബീബിന്റെ മദ്ഹ് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മരിക്കുന്നത് വരെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റുന്ന ചില കാര്യങ്ങൾ നമുക്ക് പഠിക്കണം. അള്ളാഹു കേൾക്കാനും പഠിക്കാനുമുള്ള സൗഭാഗ്യം നമുക്ക് തരട്ടെ. ഇന്ന് ഒരുപാട് നേരമായി നമ്മുടെ ഈ പരിപാടി ആരംഭിക്കുമ്പോ, അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരുപാട് നേരമൊന്നും ആരെ ഇരുത്തിയിട്ട് ബുദ്ധിമുട്ടിപ്പിക്കില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ മജ്ലിസിൽ സംഗമിച്ച എല്ലാവരെയും അള്ളാഹു തആല സ്വീകരിക്കട്ടെ.
നിങ്ങളുടെ ആമീൻ ഒന്ന് വേണം. എല്ലാവരും അല്ലാഹു തആല സ്വീകരിക്കട്ടെ. നിങ്ങളുടെ ആമീൻ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് എനിക്കൊരു ഊർജ്ജം കിട്ടും. കാരണം ആള് മാറിയാൽ ഇൻഷാ അല്ലാഹ് വിഷയം കൊണ്ട് തരും. അല്ലാഹു തആല സന്തോഷവും സൗഭാഗ്യ സ്വർഗ്ഗം അല്ലാഹു തആല തരട്ടെ. ഈ മജ്‌ലിസിൽ ഇരിക്കുന്നവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ, ക്യാൻസറിന്റെ ഒരണുവെങ്കിലും ആരുടെയെങ്കിലും ശരീരത്തുണ്ടെങ്കിൽ ഈ സദസ്സിന്റെ ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം പടച്ച റബ്ബ് ശിഫാ ചെയ്യട്ടെ. അപ്പോൾ അതുകൊണ്ട് അവിടെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു, എന്നാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ പറയുന്നത് പോലെയാണ്. കാരണം എന്താണ്? നിങ്ങളുടെ വാക്കാണ് ഞാൻ അംഗീകരിക്കുന്നത്. എന്റെ ഹബീബിനെ പറ്റി പറയാം, എന്റെ ഹബീബിനെ പറ്റി ഞാൻ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ മുന്നിലേക്ക് വന്നു. അവിടെ ഇങ്ങനെ മിണ്ടാതിരുന്നു. കുറച്ചു നേരം നിശബ്ദത പാലിച്ചു. ആ സമയം ആ കൂട്ടത്തിൽ ഒരു സ്വഹാബി എഴുന്നേറ്റുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് പറയുകയാണ്, സ്വഹാബാ, അല്ലാഹുവിന്റെ ഹബീബിന്റെ സവിധത്തില് ഹബീബ് അവിടെ കിടന്നുറങ്ങുന്നുണ്ട്. മുത്തുനബിന്റെ ചാരത്തിരുന്നുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ വിളിക്കുകയാണ്, ഓ ഉമർ ഇബ്നുൽ ഖത്താബ്, കുറെ നേരമായി ഞങ്ങൾ കാത്തിരിക്കുകയാ, ഒന്ന് പറയുമോ നിങ്ങള് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റട്ടെ? ഈ ഒരു വാക്കങ്ങ് അവിടെ നിന്ന് സ്വഹാബത്ത് പറയുമ്പോ ഉമർ തങ്ങൾ പറഞ്ഞു, സ്വഹാബാ, നിങ്ങൾ ഇരിക്കുന്നത് എവിടെയെന്നറിയുമോ? നിങ്ങൾ വർത്തമാനം പറയുന്നത് എവിടെന്നറിയുമോ? ഉടൻ തന്നെ അവിടെ നിന്ന് പറഞ്ഞു, അള്ളാന്റെ പ്രവാചകര് കിടന്നുറങ്ങുന്ന പരിശുദ്ധമായ ആ സ്ഥലത്താ ഞങ്ങൾ നിലകൊള്ളുന്നത്. എന്നാ നിങ്ങൾ ഉറക്കെ സംസാരിക്കല്ല സ്വഹാബാ, നിങ്ങൾ ഉറക്കെ വർത്തമാനം പറയല്ലേ സ്വഹാബാ. സഹോദരങ്ങളെ, നമുക്കും ഇതിനകത്തൊരു പാഠമുണ്ട്. എത്രയോ ആളുകൾ പരിശുദ്ധമായ ഹജ്ജിന് പോകുന്നവരുണ്ട്, ഉംറയ്ക്ക് പോകുന്നവരുണ്ട്. അല്ലാഹുവിന്റെ ഹബീബിന്റെ പരിശുദ്ധമായ ആ പച്ചക്കുപ്പവം കാണുമ്പോ അതിന്റെ മുമ്പിലൂടെ നമ്മൾ ചിരിച്ച് കളിച്ച് രമിച്ച് സുഖിച്ചുകൊണ്ട് അതിന്റെ അടുക്കലൂടെ കടക്കുമ്പോൾ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഓർമ്മ വന്നിട്ടുണ്ടോ? അല്ലാഹു വക്കതാദത്തിൽ മൽഐനുഹു റുദ്ദതു ബികഫിൽ മുസ്തഫൽ ഹസനായി. നിങ്ങളുടെ സ്വലാത്ത് വേണം നബിയുനാ റസൂലുള്ളാഹി. ഒന്നും കൂടെ മുഴങ്ങട്ടെ വാപ്പമാരെ, മുഹമ്മദ് റസൂലുള്ളാഹ്. പുലരുവോളം ഞാൻ കിടന്നോ, ത്വാഹ വന്നില്ല, പാപി പാടിയ പാട്ടിനിഷ്കല്ലാതെ ഒന്നില്ല, പൂമണം വീശും മദീന ഒന്നു കണ്ടില്ല, പാപി പാടിയ പാട്ടിനിഷ്കല്ലാതെ ഒന്നില്ല, പുലരുവോളം ഞാൻ കിടന്നോ, ത്വാഹ വന്നില്ല, പാപി പാടിയ പാട്ടിനിഷ്കല്ലാതെ ഒന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകരുടെ പ്രിയപ്പെട്ട സ്വഹാബിയാണ്, ബദറിൽ പങ്കെടുത്തു പോയ സ്വഹാബിയാണ് ഖത്താദ റളിയല്ലാഹു അൻഹു. പടച്ചവനെ, ഖത്താദ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറയുന്നിടത്ത് കാണാ, ഖത്താദ റളിയല്ലാഹു അൻഹുവിന്റെ രണ്ട് ചെവിയും കേൾക്കൂല. അല്ലാഹുവേ, ഉറക്കെ പറഞ്ഞാലേ ഖത്താദ റളിയല്ലാഹു അൻഹുവിനെ കേൾക്കുകയുള്ളൂ. അങ്ങനെ ഖത്താദ റളിയല്ലാഹു തആല അൻഹു ഇരിക്കുമ്പോഴാണ് അല്ലാഹുവിന്റെ പ്രവാചകര് പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് ഓതി കൊടുക്കുന്നത്. ലാ തർഫഉ അസ്വാതകും സൗത ഫൗഖിൽ നബി. അല്ലാഹുവിന്റെ പ്രവാചകരുടെ ശബ്ദത്തെക്കാൾ ഉയർത്തി നിങ്ങൾ സംസാരിക്കരുത്. ഈ ഒരു ഖുർആനിന്റെ ആയത്ത് ഇറങ്ങിയപ്പോ ഖത്താദ റളിയല്ലാഹു അൻഹുവിനെ പിന്നെ പള്ളിയിൽ കാണാനില്ല, മസ്ജിദുൻ നബവിയിൽ കാണാനില്ല. അല്ലാഹുവിന്റെ പ്രവാചകര് സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, ഓ സ്വഹാബാ, എപ്പോഴും പള്ളിയിലുണ്ടായിരുന്ന പരിശുദ്ധരായ ഖത്താദ എവിടെ? സ്വഹാബാ,
ഉടൻ തന്നെ സ്വഹാബത്ത് പറഞ്ഞു, നബിയേ, അന്ന് പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തിറങ്ങിയല്ലോ, അള്ളാഹുവിന്റെ പ്രവാചകരെക്കാൾ ശബ്ദമുയർത്തിയിട്ട് സംസാരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ ഖുർആനിന്റെ ആയത്തിറങ്ങിയല്ലോ. ആ ഒരറ്റായത്തിറങ്ങിയപ്പോ പിന്നെ അവിടെ അന്ന് മുതൽ ഖത്താദ റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ മസ്ജിദുൻ നബവിയിലേക്ക് വന്നിട്ടില്ല നബിയേ. അള്ളാഹുവിന്റെ പ്രവാചകർ അവിടുത്തെ സ്വഹാബത്തിനെ വിടുകയാ. ഖത്താദ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു കൊണ്ടുവരുമോ? സ്വഹാബത്ത് പോയി ഖത്താദ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു കൊണ്ടുവന്നു. ഖത്താദ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു കൊണ്ടുവന്നിട്ട് ഖത്താദ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാ, എന്ത് പറ്റി ഖത്താദ? ഒരു വഖ്ത് പോലും മുടങ്ങാതെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ പവിത്രമായ പരിപാവനമായ പള്ളിയില് നല്ലതുപോലെ കടന്നു വന്നിരുന്ന ഖത്താദയാണ്. പിന്നെന്തേ പറ്റിപ്പോയത്? ഉടൻ തന്നെ ഖത്താദ റളിയല്ലാഹു അൻഹു നിറകണ്ണുകളോടെ പറയാ, നബിയേ, ഈ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തിറങ്ങിയത് ഈ ഖത്താദയെ പറ്റിയാണോ നബിയേ? അള്ളാഹുവിന്റെ റസൂൽ തങ്ങൾ ചോദിക്കാ, എന്തേ ഖത്താദ പറയുന്നത് നബിയേ? നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയുന്ന സദസ്സിൽ പോലും നമ്മൾ വളരെ അദബോടെ, വളരെ ബഹുമാനത്തോടെ, വളരെ ഇഷ്കോടെ നമ്മൾ ആ സദസ്സിലിരുന്നാൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ പാപങ്ങൾ പൊഴിഞ്ഞു പോകുമെന്ന് ഇതാരാ പഠിപ്പിച്ചെന്നറിയോ? സയ്യിദുന അബൂബക്കറിൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവേ, എന്റെ മുത്തിനെ പറ്റിയാ പഠിപ്പിക്കുന്നത്. എന്റെ മുത്തിന്റെ ജീവിതമാണ് ഈ പറയുന്നത്. എന്റെ ഹബീബിന്റെ പാഠമാണ് ഈ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അല്ലാഹുവേ, ജീവിതത്തിൽ ഞാൻ ഇത് കേട്ടാൽ ഇതിനകത്ത് വലിയ അറിവൊന്നുമില്ലെങ്കിലും അള്ളാന്റെ പ്രവാചകരെ പറ്റിയാണ് പഠിപ്പിക്കുന്നത് എന്നുള്ള ആ ഒരു ചിന്ത മനസ്സിലുണ്ടോ? നിങ്ങളെപ്പോലെ ഭാഗ്യമുള്ള ഒരാളും ഇന്ന് ഈ ദുനിയാവിന്റെ പുറത്തുണ്ടാവൂല. കാരണം ഇന്നത്തെ വിഷയം ഉസ്താദ് വെച്ചിരുന്നത് എന്താണ്? ഹബ്ബുർ റസൂലാണ്. ആ പേര് തന്നെ വല്ലാത്തൊരു അത്ഭുതമാണ്. അത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഒരു ദിവസം കൊണ്ട് കഴിയില്ല, അത്രത്തോളം മഹത്വമുണ്ട്. ഉടൻ തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വഹാബത്തിനോട് പറയുന്ന, സ്വഹാബാ, നിങ്ങൾക്ക് എങ്ങനാ നബി തങ്ങളെ പറ്റി ഞാൻ പഠിപ്പിക്കേണ്ടുന്നത്? ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ രണ്ട് ചെറുപ്പക്കാർ, ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ കടന്നു വരികയാ. പരിശുദ്ധമായ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ വഴികളിലൂടെ കടന്നു പോകുന്ന ഒരുപാട് പ്രിയപ്പെട്ട ചെറുപ്പക്കാരുണ്ടല്ലോ. അല്ലാഹുവേ, അവർക്ക് അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. യമനിൽ നിന്ന് രണ്ട് ചുറുചുറുക്കുള്ള ആരോഗ്യമുള്ള രണ്ട് ചെറുപ്പക്കാര് കടന്നു വരികയാണ്. വന്നുകൊണ്ട് വിളിക്കുന്ന ഉമർ തങ്ങളെ, എന്തിനാണ് ഇവിടെ വന്നതെന്നറിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകരെ പറ്റി ഒന്ന് പഠിക്കാനാണ്. ആ നബി തങ്ങളുടെ ജീവിതം ഒന്ന് പഠിക്കാനാണ്. എങ്ങനെ റസൂലുള്ളാഹി തങ്ങളുടെ മദ്ഹ് ഒരുപാട് നല്ല കോലത്തിൽ നമ്മളിവിടെ നിന്ന് കടന്നു പോയാൽ, യമനിലേക്ക് പോയാൽ അവരോട് എങ്ങനാ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക? ഉടൻ തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാ, അതിന് ഒരുപാട് പഠിക്കണ്ട, ഒരുപാട് പറയണ്ട. അള്ളാഹുവിന്റെ പ്രവാചകരുടെ ഉമനീരിനെ പറ്റി മാത്രം നിങ്ങൾ പഠിച്ചാ മതി. ഒരുപാടൊന്നും പ്രവാചകരെ പറ്റിയിട്ട് നിങ്ങൾ പറയണ്ട, ഒരുപാടൊന്നും പറയേണ്ട ഒരു കാര്യമില്ല. ആദരവായ പ്രവാചകൻ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഹബീബിന്റെ ഉമനീരിനെ പറ്റി ഒന്ന് പഠിച്ചാൽ മതി എന്നാണ്. അള്ളാന്റെ ഹബീബിന്റെ ഉമനീര് നമുക്കറിയാം. അല്ലാഹുവേ, ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്, ഒരുപാട് ചരിത്രങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്, ഇല്ലേ? അള്ളാന്റെ പ്രവാചകർക്ക്, പിന്നെ അള്ളാന്റെ ഹബീബിന് നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ് തന്നെ മുസ്തഫ നബി തങ്ങളുടെ ഉമനീരിന് പോലും വല്ലാത്ത പവറാ. എന്തിനാ ഞാൻ ഇത് പറയുന്നതെന്നറിയോ? ഹബീബിനെ ജീവിതത്തിൽ വേണ്ടുന്ന കോലത്തിൽ കൊണ്ടുവരാനാണ്. അല്ലാഹുവേ, എനിക്കിന്നിപ്പോ നിങ്ങളെ വിളിക്കാളെന്നറിയോ? മുഹബ്ബീങ്ങളെന്നാണ്. കാരണം എന്താ? നബി തങ്ങളോട് ഇഷ്ടമുള്ളവർക്ക് മാത്രമേ ഇവിടെ ഇരിക്കാൻ പറ്റുള്ളൂ. കാരണം ഹബീബിനെ പറ്റിയാ പറയുന്നത്. അല്ലാഹുവേ, ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഹബീബിന്റെ ഹൗദുൽ കൗസർ മേടിച്ചു കുടിക്കാനുള്ള സൗഭാഗ്യം നീ പ്രദാനം ചെയ്യണേ പടച്ചോനെ.
മനസ്സിൽ തട്ടി ആമീൻ പറയണം. ഞാൻ ആമീൻ പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ പറയരുത്. അള്ളാഹുവേ, ഹബീബിന്റെ ഷഫാഅത്ത് കിട്ടുന്ന ഉത്തമ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഇരിക്കുന്ന ഉപ്പമാര്, ഉമ്മമാര്, ചെറുപ്പക്കാര്, കൊച്ചുമക്കൾ എല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരെ, ഹബീബിനെ പറ്റി പഠിക്കാൻ നമുക്കൊന്നും വേണ്ട, വളരെ കുറച്ച് മതി, വളരെ കുറച്ചു മതി. എന്തിനാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അള്ളാന്റെ പ്രവാചകരുടെ ചെറുപ്പകാരമാ, യാ അല്ലാഹ്, പ്രിയപ്പെട്ട ഉപ്പയാകുന്ന അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിനെ പോലും കണ്ടിട്ടില്ലല്ലോ. അവിടുന്ന് ബഹുമാനപ്പെട്ടവര് കടന്നു വരികയാണ്. ആരുടെ കൂടെ എന്നറിയുമോ? അല്ലാഹുവേ, ആമിന ബീവി റളിയല്ലാഹു അൻഹയോടൊപ്പം കടന്നു വരികയാണ്, യാത്ര ചെയ്യുകയാണ്. അബവാ എന്ന് പറയുന്ന സ്ഥലത്ത് കൂടി ഇങ്ങനെ കടന്നു വരികയോ. അവിടെ വെച്ചുകൊണ്ടാണ് ആമിന ബീവി റളിയല്ലാഹു അൻഹയും ലോകത്തോട് വിട പറഞ്ഞു പോകുന്നത്. അങ്ങനെ അള്ളാഹുവിന്റെ പ്രവാചകർ കൊച്ചുകുട്ടിയായിരിക്കുമ്പോ അവിടെ നിന്ന് യാത്ര ചെയ്ത് നടന്ന് വന്നിട്ട് നബി തങ്ങളുടെ കണ്ണൊക്കെ അങ്ങ് ചുമക്കാൻ തുടങ്ങി. നബി തങ്ങളുടെ കണ്ണിന് വല്ലാത്ത ചുമൽ അവിടെ നിന്ന് വന്ന് സംഭവിച്ചു പോയി. ചുമന്നിട്ട് വല്ലാതെ വിഷമത്തിലായി. അങ്ങനെ അതാ അവിടെ ഉള്ളവരൊരു കമ്മിറ്റി ഉണ്ടാക്കി. എന്തിനാണ് കമ്മിറ്റി ഉണ്ടാക്കിയതെന്നറിയുമോ? ബാപ്പയില്ലാത്ത കുട്ടിയാണ്, ഉമ്മയില്ലാത്ത കുട്ടിയാണ്. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണമല്ലോ. ഈ രോഗത്തെ വെച്ചുകൊണ്ട് കടന്നു പോയാൽ അത് വല്ലാത്ത രോഗമായി അങ്ങ് മാറിപ്പോയാലോ. അങ്ങനെ അവര് കമ്മിറ്റി ഉണ്ടാക്കി. അവിടെ നിന്ന് കമ്മിറ്റിയിൽ തീരുമാനിച്ചത്, ആ നാട്ടിലുള്ള ഏറ്റവും നല്ല വൈദ്യനായ ഹാരിഥ ബിൻ ഖൽദ എന്ന് പറയുന്ന മനുഷ്യനുണ്ട്. അല്ലാഹുവേ, നമ്മളിന്ന് ഏതുപോലെ നമ്മുടെ നാട്ടിൽ നല്ലതുപോലെ ചികിത്സിക്കുന്ന ഒരാളുണ്ടെങ്കിൽ എത്ര താമസിച്ചാലും എത്ര ടോക്കനായാലും കുഴപ്പമില്ല, കാത്തു നിന്നിട്ട് ചികിത്സിക്കുന്നവരാണ്. അന്ന് അവിടെ ഉള്ളതിൽ ഏറ്റവും നല്ല വൈദ്യനാണ് ഹാരിഥ ബിൻ ഖൽദ. ഹാരിഥ ബിൻ ഖൽദാന്റെ അടുക്കലേക്ക് കൊച്ചുകുട്ടിയായ മുഹമ്മദുർ റസൂലുള്ളാഹ് പ്രവാചകരെ അവിടെ നിന്ന് കൊണ്ടുപോവുകയാ. അള്ളാന്റെ ഹബീബിനെ കൊണ്ടുപോയിട്ട് പറയാണ്, ബാപ്പയില്ലാത്ത കുട്ടിയാണ്, ഉമ്മയില്ലാത്ത കുട്ടിയാണ്. അതുകൊണ്ട് കണ്ണിന് വല്ലാത്ത ചുമല ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിന് വേണ്ടുന്ന മരുന്ന് നിങ്ങൾ കൊടുക്കുമോ? ഹാരിഥ ബിൻ ഖൽദ. ഉടൻ തന്നെ ഹാരിഥ ബിൻ ഖൽദ എന്ന് പറയുന്ന അഗ്രഗണ്യനായ അദ്ദേഹം അവിടെ നിന്ന് പറഞ്ഞു പോവുകയാണ്. എന്തെന്നറിയുമോ? ഈ കുട്ടിയെ ഒന്ന് ഉയരപ്പുറത്തുനിന്ന് കയറ്റി നിർത്തുമോ? ഇതുപോലെ ഉള്ള ഒരു ഉയരപ്പുറത്ത് അള്ളാന്റെ പ്രവാചകരെ അങ്ങ് കയറ്റി നിർത്തുകയാണ്. എന്നിട്ട് എന്തേ ചെയ്ത എന്നറിയുമോ? ഒരുപാട് മരുന്ന് കൊടുത്തില്ല, ഒരുപാട് അവിടെ നിന്ന് ചികിത്സിച്ചിട്ടില്ല. അവിടെ നിന്ന് തല മുതൽ കാല് മുതൽ തല വരെ ഒന്ന് ഹാരിഥ ബിൻ ഖൽദ നോക്കുകയാണ്. എന്നിട്ട് എന്തേ മരുന്നെടുത്തതെന്നറിയുമോ? അല്ലാഹുവേ, നബൂവത്ത് പോലും കിട്ടിയിട്ടില്ലല്ലോ. പ്രവാചകരുടെ വായിൽ നിന്ന് ഉമനീരെടുക്കാൻ പറയുകയാണ്. അള്ളാന്റെ പ്രവാചകരുടെ ഉമനീരങ്ങെടുത്തിട്ട് മുസ്തഫ നബി തങ്ങളുടെ കണ്ണിലേക്ക് അങ്ങ് പുരട്ടുമ്പോ അൽഹംദുലില്ലാഹ് കണ്ണിന്റെ ചുമപ്പങ്ങ് മാറുകയാണ്. അവിടെ ഒന്നും നബൂവത്ത് കിട്ടിയിട്ടില്ല. ഞാൻ നബി തങ്ങളുടെ ചെറുപ്പാണി പറഞ്ഞത്. അവിടെ നിന്ന് നബൂവത്ത് കിട്ടിയിട്ടില്ല. എന്നിട്ട് പോലും അത്ഭുതമാണ്. അള്ളാഹുവിന്റെ പ്രവാചകർ മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പൊ ഉറക്കെ പറയും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്ക് നിങ്ങൾ, നബൂവത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ എത്ര സംഭവങ്ങളാണ്. ഇത് നബൂവത്ത് അവിടെ നിന്ന് കിട്ടിയിട്ടില്ല. എന്നിട്ട് പോലും നബി തങ്ങളുടെ കണ്ണിന്റെ ചുമപ്പ് മാറ്റാൻ മുസ്തഫ നബി തങ്ങളുടെ ആ ഉമിനീര് തന്നെ അവിടെ നിന്ന് ഹാരിഥ ബിൻ ഖൽദ എന്ന് പറയുന്ന വൈദ്യൻ അവിടെ നിന്ന് എടുത്തു വെച്ചു കൊടുത്തെങ്കിൽ മുസ്തഫ നബി തങ്ങളുടെ ഉമിനീരിന്റെ പവറത്ര, ആ ചെറുപ്പകാലത്തുള്ള പവറത്രാണ് അല്ലേ? അള്ളാഹു നമ്മളെ മുഴുവനും സ്വീകരിക്കട്ടെ, അള്ളാഹു നമ്മളെ മുഴുവനും കബൂലാക്കട്ടെ. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, നബി തങ്ങളുടെ ഉമിനീരിനെ പറ്റി പഠിച്ചാൽ തന്നെ മതി. നമ്മൾ ഹബീബിനെ വാരിപ്പുണരും, ഹബീബിനെ വല്ലാണ്ട് ഇഷ്ക് വെക്കും. 100% ഉറപ്പാണ് ഇല്ലേ? ചിന്തിച്ചുകൊണ്ട് കടന്നു വരുന്നവർക്ക് എപ്പോഴും ദൃഷ്ടാന്തമുണ്ടല്ലോ. സുബ്ഹാനല്ലാഹ്,
എത്രയെത്ര അത്ഭുതങ്ങളാണ്. മുറഹിബ് രാജാവ് അവിടെ നിന്ന് യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. മുസ്തഫ നബിതങ്ങളും സ്വഹാബത്തും കടന്നു പോയിരിക്കുകയാ. പക്ഷേ മുറഹിബ് രാജാവോ അവിടെ എന്തേ ചെയ്തെന്നറിയുമോ? വലിയ കോട്ട കെട്ടിയിട്ട് ആ കോട്ടയുടെ ഉള്ളിൽ അല്ലാഹുവേ, കോട്ടയുടെ ഉള്ളിൽ ഈത്തപ്പഴവും വെള്ളവും ഭക്ഷണവുമെല്ലാം കൊണ്ടുപോയിട്ട് അവരവിടെ നിന്ന് തെണ്ട് കെട്ടിയിട്ട് അവര് കാത്തിരിക്കുകയാ. പക്ഷേ പുറത്തേക്ക് വരുന്നില്ല. അങ്ങനെ ദിവസങ്ങളാകുമ്പോ അള്ളാന്റെ പ്രവാചകർ സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബാ, നാളെ യുദ്ധം നടക്കും സ്വഹാബ. ആ യുദ്ധം നടക്കുമ്പോ ഒരു കൊടി ഞാൻ ഒരു സ്വഹാബയുടെ കയ്യിൽ കൊടുക്കും. ആ കൊടി പിടിച്ചുകൊണ്ട് യുദ്ധം ചെയ്യുമ്പോ ആ യുദ്ധം അങ്ങ് വിജയിക്കും സ്വഹാബ. പടച്ചവനെ, സുബഹ് നിസ്കാരം കഴിഞ്ഞു. സ്വഹാബത്ത് മുഴുവനും മുസ്തഫ നബി തങ്ങളുടെ മുമ്പിൽ വട്ടം കൂടി. എന്തിനാ വട്ടം കൂടിയത്? എല്ലാവരും ഇങ്ങനെ ചുറ്റുവട്ടത്ത് വന്നിട്ട് നബി തങ്ങൾ ചില ആളുകളൊന്നും തൊണ്ടനെ കാണിച്ചു കൊടുത്തു. എന്തിനാ? ഇപ്പൊ നമ്മൾ തന്നെയാണെങ്കിലും നമ്മുടെ നാട്ടിൽ വേണ്ടപ്പെട്ട ഒരാൾ വന്നാൽ അദ്ദേഹം നമ്മളെ ശ്രദ്ധിച്ചില്ല എന്നറിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും? ഒന്ന് ചുമക്കും. അല്ലെങ്കിൽ അസ്സലാമു അലൈക്കും, ഞാനിവിടെ ഉണ്ട് കേട്ടോ എന്ന് പറയും. അല്ലെങ്കിൽ വേറെന്തെങ്കിലും എങ്ങനെയെങ്കിലും ഒന്ന് അറിയിപ്പിക്കാനുള്ള വഴി എന്തും നമ്മൾ ചെയ്യും. എങ്ങനെയെങ്കിലും ഒന്ന് അറിയിപ്പിക്കാനുള്ള എല്ലാ വഴിയും നമ്മൾ ചെയ്യും, അല്ലെ? അതുപോലെ തന്നെയാണ് സ്വഹാബത്തിന് കൊടി കിട്ടണം. അതിന് സ്വഹാബത്ത് നിബിതങ്ങൾ ഇങ്ങനെ വട്ടം ഇങ്ങനെ ചുറ്റി. എല്ലാ സ്വഹാബത്തും നിബിതങ്ങളുടെ മുമ്പിൽ വന്നു, യാ റസൂലല്ലാഹ്. പലരും സലാം പറഞ്ഞിട്ട് കാത്തിരിക്കുകയാണ്. ആ സമയം അതാ റസൂലുള്ളാഹി തങ്ങളെ വിളിക്കുന്നു, സ്വഹാബത്തേ, എന്റെ അലിയാർ എവിടെ സ്വഹാബാ? പടച്ചവനെ, സ്വഹാബത്ത് പറഞ്ഞു, നബിയേ, അലിയാർക്ക് തീരെ വയ്യ നബിയേ. കണ്ണവിടന്ന് ചെങ്കണ്ണ് വന്നിട്ട് അവിടന്ന് കണ്ണ് അടഞ്ഞിരിക്കുകയാ നബിയേ. സഹിക്കാൻ പറ്റാത്ത വേദനയാ നബിയേ. കണ്ണടഞ്ഞു പോയി, കണ്ണു തുറക്കാൻ പറ്റൂല. സ്വഹാബത്തിന് എങ്ങനെയെങ്കിലും അലിയാർ തങ്ങളെ ഒഴിവാക്കിയിട്ട് ഈ കൊടിയൊന്ന് കിട്ടണം. അലിയാർ തങ്ങളെ ഒഴിവാക്കിയിട്ട് ഈ ഉള്ള കൊടി കിട്ടണം. നബി തങ്ങൾ പറഞ്ഞു, കുഴപ്പമില്ല വിളിക്ക്, കുഴപ്പമില്ല വിളിക്ക്. അവിടെ നിന്ന് രണ്ട് സ്വഹാബത്ത് കടന്നു പോവുകയാണ്. കടന്നു പോയിട്ട് വിളിക്കുന്നു, റബ്ബേ, അലിയാർ തങ്ങൾ രണ്ട് സ്വഹാബത്തിന്റെ തോളത്തിങ്ങനെ കൈവച്ചിട്ട് അതാ കടന്നു വരുന്ന കണ്ണ് കാണാൻ കഴിയുന്നില്ല. അള്ളാന്റെ പ്രവാചകർ അലിയാരോട് ചോദിച്ചു, അലിയേ, എന്ത് പറ്റി അലിയേ? അലിയാർ പറഞ്ഞു, റസൂലല്ലാഹ്, എന്റെ കണ്ണവിടന്ന് തുറക്കാൻ കഴിയുന്നില്ല നബിയേ. വേദന കൊണ്ട് പിളയുകയാണ് നബിയേ. അള്ളാന്റെ റസൂല് ചെയ്ത എന്താണ്? ഒരു മരുന്നും കൊടുത്തിട്ടില്ല. റസൂലുള്ളാഹി തങ്ങളുടെ ഉമിനീര് തന്നെ എടുത്തിട്ട് അലിയാർ തങ്ങളുടെ കണ്ണിലേക്ക് അങ്ങ് പുരട്ടുമ്പോ അല്ലാഹുവേ, പിന്നീട് അലിയാർ തങ്ങൾ പറഞ്ഞു എന്തെന്നറിയുമോ? സ്വഹാബത്തെ, ആകാശത്തൂടെ വട്ടമിട്ട് പറക്കുന്ന പരന്തുണ്ടല്ലോ, ആ കഴുകന്റെ കണ്ണിനെക്കാൾ കാഴ്ചയുണ്ടായിരുന്ന എന്റെ കണ്ണിന് എത്ര വിദൂരത്തുകൂടെ പോകുന്നതിനെയും കാണാ എനിക്ക് കഴിയുമായിരുന്നു സ്വഹാബ. എന്തുകൊണ്ടാ ഇത് കിട്ടിയതെന്നറിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകരുടെ ഉമിനീരിന്റെ പവറാണ്. അള്ളാഹുവി എത്രയെത്ര അനുഭവങ്ങളാണ്, എത്രയെത്ര കഥകളാണ്. പടച്ച റബ്ബേ, ഖൈസർ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് കല്യാണം കഴിഞ്ഞിട്ട് കടന്നു വന്ന പുതിയ പളയാണ്, പുതുമാരനാണ്. വീടിന്റെ അകത്തട്ടിൽ ഇരിക്കുമ്പോഴാണ് റസൂലുള്ളാഹി തങ്ങൾ യുദ്ധത്തിന്റെ കാര്യം പറയുന്നത്. അവിടുന്ന് ഖൈസർ റളിയല്ലാഹു തആല അൻഹു അണിഞ്ഞു ഒരുങ്ങി പുതുമാരനായിട്ട് മണിയറയുടെ ഉള്ളിൽ ഇരിക്കുകയാണ്. ഈ വിളിയാളമെന്ന് കേട്ടപാടെ പെണ്ണിനോട് പറഞ്ഞു, പെണ്ണേ, ഞാനൊന്ന് പോയിട്ട് വരാ, എന്റെ റസൂലുള്ളാഹി തങ്ങൾ എന്നെ വിളിക്കുകയാ മോളെ, അതുകൊണ്ട് ഞാനൊന്ന് പോയിട്ട് പെട്ടെന്ന് വരാ
എന്ന് പറഞ്ഞിട്ട് മുസ്തഫ നബി തങ്ങൾ കടന്നു പോവുകയാണ്. ചെന്ന് നോക്കുമ്പോൾ ആളുകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അമ്പയ്യാൻ ആളുകൾ ഇങ്ങനെ കാതോർത്ത് കൊണ്ട് നിൽക്കുകയാണ്. ആ സമയമതാ ഒരാൾ അമ്പും പിടിച്ച് മുസ്തഫ നബി തങ്ങളുടെ നേരെ നിൽക്കുകയാണ്. പുതുമാരനാണെന്ന് പോലും നോക്കാതെ കൈസർ റളിയല്ലാഹു അൻഹു മുസ്തഫ നബി തങ്ങളുടെ മുമ്പിലേക്ക് അങ്ങ് നിൽക്കുകയാണ്. ആ സമയം അമ്പയ്യുന്ന ആള് പടച്ചവനെ അമ്പെയ്ത് വിടുമ്പോൾ മുസ്തഫ നബി തങ്ങളുടെ മുമ്പിലേക്ക് അങ്ങ് ചെന്ന് നിൽക്കുകയാണ്. ഈ അമ്പ് പാഞ്ഞു വന്ന് കൊണ്ടത് കൈസർ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിലാണ്. അല്ലാഹുവേ, സഹിക്കാൻ പറ്റുമോ? അവിടന്ന് പുതുമാരനാണ് കൈസർ റളിയല്ലാഹു അൻഹു. അവിടന്ന് അമ്പതാ വലിച്ചങ്ങൂരുമ്പോ ആ അമ്പിനോടൊപ്പം കൈസർ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണുകൂടെ കടന്നു വരികയാണ്. വബി കൈസിഹിം വഖതാദത്തുൽ ഐനഹു റുദ്ദതു ബികഫിൽ മുസ്തഫൽ ഹസനായി. പടച്ചവനെ, കണ്ണവിടം നിടാ അമ്പിൽ നിന്ന് വലിച്ചൂരിയെടുത്ത് മുസ്തഫ നബി തങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നു. അവിടെ നിന്നതാ പറയുന്നു, നബിയേ, ഞാൻ ഒരു പുതുമാരനാണ്, എൻ്റെ പെണ്ണെന്നെ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് റസൂലല്ലോ, എനിക്കെൻ്റെ കണ്ണ് വേണം നബിയേ. അമ്പ് വലിച്ചൂരിയിട്ട് പറഞ്ഞു. ആ അമ്പിനോടൊപ്പം കണ്ണുകൂടെ പുറത്തേക്ക് വന്നു. ആ കണ്ണിങ്ങനെ വലിച്ചൂരിയെടുത്ത് മുസ്തഫ നബി തങ്ങളുടെ മുമ്പിൽ പോയിട്ട് പറഞ്ഞു, ഹബീബേ, ഞാൻ ഒരു പുതുമാരനാണ്, എനിക്കെൻ്റെ പെണ്ണിന്റെ മുമ്പിൽ പോകണം. ഞാൻ അവിടെ നിന്ന് വരുമ്പോൾ എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു, എനിക്കെൻ്റെ കണ്ണ് വേണം നബിയെ, എനിക്കെൻ്റെ കണ്ണ് വേണം. ഉടൻ തന്നെ മുസ്തഫ നബി തങ്ങൾ ചോദിച്ചു, സ്വർഗത്തിലെ കണ്ണ് പോരെ? സ്വർഗത്തിൽ ആർക്കും ഒരു കേടുമില്ല. പക്ഷെ നബി തങ്ങൾ അങ്ങനെ ചോദിച്ചത് സ്വർഗം പോരേന്നാണ്. അപ്പൊ കൈസർ തങ്ങൾ പറഞ്ഞു, അത് പറ്റൂല നബിയെ, എനിക്ക് എൻ്റെ ഈ കണ്ണ് എനിക്ക് ഇപ്പൊ ഇവിടെ വേണം. നാളെ സ്വർഗത്തിൽ നബി തങ്ങൾ പറഞ്ഞു, ആ കണ്ണും എനിക്ക് അവിടെ, രണ്ടും എനിക്ക് വേണം. ആള് വലിയ വില്ലനായിരുന്നു. രണ്ട് കണ്ണും എനിക്ക് വേണം, അതുകൊണ്ട് നബി എനിക്ക് വേണം. അള്ളാന്റെ പ്രവാചകർ ആ കണ്ണങ്ങ് മേടിച്ചിട്ട് ബിസ്മില്ലാ ബഹുമാനപ്പെട്ട കൈസർ റളിയല്ലാഹു അൻഹുവിന്റെ ആ മുഖത്തേക്ക് അങ്ങ് വെച്ചു. എന്നിട്ട് അവിടെ നിന്ന് ആ കണ്ണിൽ അല്പം ഉമിനീരും പുരട്ടി വെച്ചപ്പോ ആ കണ്ണിന്റെ ഭാഗത്ത് ഒരു മുറിവെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നവിടെ നിന്ന് തോന്നാത്ത കോലത്തിൽ പോലും ആയിപ്പോയെങ്കിൽ നബി തങ്ങളെ പറ്റി കേൾക്കുന്ന നിങ്ങളും മനസ്സുകൊണ്ട് നിയ്യത്ത് ചെയ്യണം. ഇവിടെ ഒരുപാട് ആളുകളുണ്ട്, പക്ഷെ ഇരിക്കുന്ന നിങ്ങളെ കണ്ടാൽ നിങ്ങൾക്ക് സങ്കടം ഉണ്ടെന്നോ അസുഖം ഉണ്ടെന്നോ ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ മദ്ഹ്, നബി തങ്ങളുടെ മദ്ഹ് പറയുന്ന സദസ്സിൽ എന്ത് നിയ്യത്ത് വെച്ചാലും അത് അല്ലാഹു എളുപ്പമാക്കുമെന്ന് നമ്മളോട് പഠിപ്പിച്ചത് സയ്യിദുനാ അലിൻ ഖറമഹുല്ലാഹ്, ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഇല്ലേ. അതുകൊണ്ട് ഒരൊറ്റ ചരിത്രം കൂടെ പറഞ്ഞിട്ട് അടുത്ത വിഷയത്തിലേക്ക് വരാൻ. അപ്പൊ അതുകൊണ്ട് ബഹുമാനപ്പെട്ട കൈസ് തങ്ങളുടെ കണ്ണിന്റെ കാഴ്ച കിട്ടിയതും ഈ ഉള്ള ഉമിനീരിന്റെ പവറാൻ. മുസ്തഫ നബി തങ്ങളുടെ ഉമിനീരിന്റെ പവർ ഇല്ലേ, നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരുപാട് ചരിത്രങ്ങളുണ്ട്. ആ ഉള്ള ചരിത്രത്തിന്റെ കൂട്ടത്തിൽ പെട്ടതാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പട്ടിണി കിടന്ന കഥ. അതെല്ലാവർക്കും അറിയാം. ഞാൻ ആ കഥ പറയാനല്ല ഇത് പറയുന്നത്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വിശപ്പ് സഹിക്കാൻ കഴിയാതെ കടന്നുപോയി. ചരിത്രം ഞാൻ ചുരുക്കി പറയുകയാണ്. അവസാനം സഹിക്കാൻ കഴിയുന്നില്ല, പട്ടിണിയാണെന്നറിഞ്ഞ് വെള്ളം കോരാൻ അള്ളാന്റെ പ്രവാചകർ കടന്നുപോയി. വേണ്ടി നബിതങ്ങൾ കടന്നുപോയപ്പോ ആർക്കും ഒരു ജോലി ഇവിടെ ഇല്ല. അവസാനം ഇവിടെ നിന്ന് പറഞ്ഞു, ഈത്തപ്പന മരത്തിന് വെള്ളം കോരി തരണം, എന്നാൽ അതിന് ഇത്ര കാരക്ക തരാം. അവിടെ നിന്ന് സമ്മതിച്ചു. 14 തൊട്ടി വെള്ളം കോരി. 14ാമത്തെ തൊട്ടി വെള്ളം കോരുമ്പോ ആ തൊട്ടി അങ്ങ് പൊട്ടിയിട്ടങ്ങ് നേരെ കിണറ്റിൽ വീണു. അന്ന് അവിടത്തെ ഏറ്റവും വലിയ കിണറാത്, ആ കിണറ്റിലേക്ക് അങ്ങ് വീണു. അല്ലാഹുവേ, തിരിഞ്ഞും മറിഞ്ഞും നോക്കിയില്ല. അള്ളാന്റെ പ്രവാചകരുടെ മുഖത്തേക്ക് ഒരൊറ്റ അടിയാ. യാ നബി തങ്ങൾ തിരിച്ചൊന്നും പറഞ്ഞില്ല. ഇതെന്റെ മുതലാളി ഇറങ്ങിപ്പോയി, ആരെയെങ്കിലും കൊണ്ടുവരാ. എന്തിനാണ് കിണറ്റിൽ കിടക്കുന്ന തൊട്ടിയും കയറുമെടുക്കാറ് ആരും കടന്നു വരാതിരിക്കുമ്പോ അവിടെ എന്തേ ചെയ്തത്? തിരിച്ചു തന്റെ കിണറ്റിന്റെ ഭാഗത്ത് വരുമ്പോ ആ കിണറ്റിൽ കിടന്ന തൊട്ടിയും കയറും കരയ്ക്ക് കിടപ്പുണ്ട്. അല്ലാഹുവേ, ഇതെന്ത് അത്ഭുതമാ, ഇതെന്ത് കുദറത്താ. ഞാൻ ആരെയാണ് അടിച്ചത്? എല്ലാ
ലക്ഷണങ്ങളും വെച്ച് കൊണ്ട് നോക്കുമ്പോ അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് മനസ്സിലാവുകയാണ്. ഉടൻ തന്നെ അവിടുന്ന് എന്തേ ചെയ്തയെന്നറിയുമോ? തന്റെ അരയിൽ നിന്ന് വാളങ്ങ് വലിച്ചൂരുകയാണ്. ഇടത്തെ കയ്യിലേക്ക് അങ്ങ് പിടിക്കുകയാ, വലത്തെ കൈയുടെ പത്തി വെച്ചങ്ങ് മുറിക്കുകയാണ്. അല്ലാഹുവേ, അവിടുന്ന് ചോരയിൽ കുളിച്ച് കിടക്കുകയാണ്. ആ സമയം ആ രണ്ട് ചെറുപ്പക്കാര് മതിലിന്റെ ഭാഗത്തുകൂടെ കടന്നു പോകുന്നത്. അവര് കടന്നു പോകുമ്പോ വെള്ളവും ചോരയും തമ്മിൽ ഒഴുകി വരികയാ. നോക്കുമ്പോഴാ ഒരു മനുഷ്യൻ അവിടുന്ന് കിടക്കുന്നത്. കുറച്ച് വെള്ളമെടുത്ത് മുഖത്തേക്ക് അങ്ങ് ഒഴിക്കുമ്പോൾ ബോധം വീഴുകയാണ്. ബോധം വീണപാടെ മുറിഞ്ഞു വീണ കൈപ്പത്തിയെടുത്ത് കയ്യിൽ പിടിച്ചിട്ട് ഇലാ ഹളറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരുടെ മുമ്പിലേക്ക് അങ്ങ് കടന്നു പോവുകയാണ്. ഓടി ചെന്നിട്ട് അവിടെ നിന്ന് വിളിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അറിഞ്ഞില്ല നബിയേ, അറിഞ്ഞിട്ടില്ല, ഞാൻ അറിഞ്ഞില്ല ഇത് മുഹമ്മദ് മുസ്തഫ തങ്ങളാണെന്ന്. അതുകൊണ്ട് റസൂലല്ലാഹ്, എനിക്ക് മാപ്പ് തരണേ നബിയേ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കടന്നു പോകുമ്പോൾ ആ മുറിഞ്ഞിരിക്കുന്ന കൈപ്പത്തി മേടിച്ചിട്ട് റസൂലുള്ളാഹി തങ്ങൾ ഉമിനീരങ്ങെടുക്കുകയാണ്. ആ മനുഷ്യന്റെ കയ്യിലേക്ക് അങ്ങ് വെച്ചു കൊടുത്ത് ബിസ്മില്ലാഹ്, കൈ അവിടെ നിന്ന് മുറിഞ്ഞു പോയോ എന്ന് പോലും അറിയാത്ത കോലത്തിലായി പോയെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, അത്ഭുതങ്ങളുടെ കലവറയാ പ്രവാചകരായ നബിതങ്ങളോട് അള്ളാന്റെ പ്രവാചകരുടെ മദ്ഹ് ഇങ്ങനെ ഓരോന്നായി ഉമനീരിന്റെ മഹത്വം യമനിൽ നിന്ന് കടന്നു വന്ന ചെറുപ്പക്കാരുടെ മുമ്പിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുമ്പോൾ അവര് പറഞ്ഞു, ഉമറേ അൽഹംദുലില്ലാഹ്, നബി തങ്ങളെ മനസ്സിലാക്കാൻ ഒരുപാട് വേണ്ട, ഈ കാര്യങ്ങൾ തന്നെ ധാരാളമാണ് ഉമറേ, ധാരാളമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു പോകാൻ നേരത്തെ അവര് പറയാ, ഇവിടെ വന്നത് കൊണ്ട് അൽഹംദുലില്ലാഹ് മനസ്സ് ശുദ്ധിയായി. ഇപ്പോഴെന്താ, ഇപ്പേതാ ഞങ്ങളുടെ മനസ്സിന്റെ ഉള്ളില് നബി തങ്ങളോടുള്ള മഹബ്ബത്ത് ഇരട്ടിയായെന്ന് എവരിൽ നിന്ന് കടന്നു വന്ന ചെറുപ്പക്കാര് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു പറഞ്ഞു, അല്ലയോ ഉമറേ, ഉമനീരിന്റെ മഹത്വം തന്നെ പറഞ്ഞപ്പോ ഞങ്ങൾക്കിടെ ഈമാൻ അങ്ങോട്ട് കൂടി. അല്ലാഹു തആല ഹബീബിന്റെ ഉമനീരിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ സങ്കടങ്ങളും അല്ലാഹു തആല മാറ്റി തരട്ടെ. നിങ്ങളുടെ ആമീൻ വന്നാലേ നിങ്ങൾ ഉഷാറാണെന്ന് എനിക്ക് മനസ്സിലായി. അല്ലാഹു എല്ലാവരുടെ സങ്കടങ്ങൾ അല്ലാഹു തആല മാറ്റി തരട്ടെ. ഓരോരുത്തരും ഓരോ മോഡലാണ് നബി തങ്ങളെ സ്നേഹിക്കുക. ചില ആളുകൾ അങ്ങോട്ട് കരയും, നബി തങ്ങൾ ഓർത്താൽ അങ്ങോട്ട് കരയും, വല്ലാണ്ട് കരയും. ഇഷ്കിന്റെ കരച്ചിൽ അല്ലേ? നമ്മളെല്ലാവരും പിന്നെ പരിശുദ്ധമാക്കപ്പെട്ട റബീഉൽ അവ്വൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മക്കളുടെ മദ്രസയിലും അതുപോലുള്ള എല്ലാ സ്ഥലങ്ങളിലും ബഹുമാനപ്പെട്ട സവാദ് റളിയല്ലാഹു അൻഹുവിന്റെ കഥ പറയും. ആ കുന്തവുമായിട്ട് കുത്താൻ വേണ്ടി പോയത് അതെന്തുകൊണ്ടാണ്? നബി തങ്ങളോടുള്ള വെറുപ്പ് കൊണ്ടല്ല, മുസ്തഫ നബി തങ്ങളോടുള്ള ഇഷ്ക് കൊണ്ടാണ്. ഈ ബദർ കിസ്സ പറയുന്നിടത്ത് നമുക്കറിയാം അല്ലേ? ഉരത്തിയ മൗലൽ ഉറബ ഉശ്രിയങ്കൽ യാ ഹബീബ ഉദിമങ്കും താഹ താബ യാ റസൂലല്ലാഹ് പെരിയോനോമൈ ഇറക്കൈ പേശും ജിന്നിൻ സിടക്കൈ പിരിശം റസൂലദാക്കൈ യാ നജി അല്ലാഹ് പോൽ ദൂതർ ചൊന്നാൽ സവാദേ നീ ചൊന്നതു എന്ന താഹാവിയുങ്കൽ എന്നെ സഫദിൽ സബകാൽ കത് താഹാവുങ്കളെത്തി ഖിദ്ഹാലെ കൊണ്ടു കുത്തി കവായത്ത് കൈമശത്തിൽ ആക്കിടാം നബിയേ. ബദർ കിസ്സ പറയുന്നിടത്ത് പറയുന്നുണ്ട്, ഉരത്തിയ മൗലൽ ഉറബ ഉശ്രിയങ്കൽ യാ ഹബീബ, നബിയെ അവിടുന്ന് വലിയ പുണ്യമുള്ള ആളൊക്കെയാണ്, വല്ലാതെ ശ്രേഷ്ഠമുള്ളവരാൻ, ഒരാൾക്കും കൊടുക്കാത്ത മഹത്വമുള്ളവരാൻ. പക്ഷേ നബിയെ ഖദ് ത്വാഹ ഉങ്കളത്തി ഖിദ്ഹാല ഉണ്ടുകുത്തി കവായത്ത് കൈമശത്തിലാക്കിടാൻ നബിയെ. അന്ന് സഫ് റെഡിയാക്കുമ്പോ ആ ഉണ്ടായിരുന്ന ഖിദ്ഹ് എന്ന് പറഞ്ഞാൽ വടി, ഹബീബേ ആ വടി ഉണ്ടല്ലോ, ആ കൊണ്ടുവന്ന വടി എനിക്കൊന്ന് വേണോന്ന് പറയാനുള്ള കാരണം എന്താ?
നബി തങ്ങളോടുള്ള വെറുപ്പോ വിദ്വേഷമോ ഒന്നും വെച്ചിട്ടല്ല. അത് ബഹുമാനപ്പെട്ട സവാദ് റളിയല്ലാഹു അൻഹുവിന്റെ ഇഷ്ക് അങ്ങനെയായിരുന്നു. ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ഇഷ്ക് ഉണ്ട് അല്ലേ? ഈ അള്ളാന്റെ ഹബീബിന്റെ അടുക്കലേക്ക് സവാദങ്ങൾ ചെന്നതും അവസാനം പറഞ്ഞ ഇതൊന്നും പോരാ നബി കേട്ടോ, ഇങ്ങനൊന്നും പോരാ, വടി മാത്രം കിട്ടിയിട്ട് ഇപ്പൊ എനിക്ക് എന്ത് ചെയ്യാനാ, ആ വസ്ത്രം കൂടെ അഴിച്ചു മാറ്റണം അല്ലേ? ബദർ ഖിസ്സ പറയുന്നിടത്ത് നമുക്കിതിപ്പോ അത് എടുത്തു പറയാനുള്ള സമയമില്ല. ബദർ ഖിസ്സ മാത്രം പറഞ്ഞാൽ ഭയങ്കര രസമാണ്, അതുപോലെ നമുക്ക് എടുത്തു പറയാനുള്ള ഒരു സമയമില്ല അല്ലേ? അതിന്റെ അവസാനം പറയുന്നുണ്ട് നൈനാർ നബി ത്വാഹ ഖമീസൈ കേറ്റി ഒളിന്ത് സവാദോടങ്ങടുത്തോ തീറ്റി. നൈനാർ നബി ത്വാഹ ഖമീസൈ കേറ്റി ഒളിന്ത് സവാദോടങ്ങടുത്തോ തീറ്റി. നബി തങ്ങളുടെ ഖമീസ് മാറ്റാൻ പറഞ്ഞു. നബി തങ്ങൾ മാറ്റിക്കൊടുത്തു. ഓടിപ്പോയി കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഹബീബേ എനിക്കൊരു വെറുപ്പില്ല കേട്ടോ, എനിക്കൊരു വെറുപ്പില്ല, എന്റെ ഇഷ്ക് കൊണ്ട് വന്നതാണ്. ഹബീബെ വല്ലാത്ത മഹബത്താൻ, ഒന്ന് ചേർത്ത് പിടിക്കാൻ ഹബീബ് ലോകത്തോട് വിട പറഞ്ഞ പിന്നെ ഈ സാധുവിന് അങ്ങനെ ഒരു അവസരം കിട്ടൂല നബിയെ, അതുകൊണ്ടൊന്ന് വന്നതാണെന്ന് പറഞ്ഞ് മുസ്തഫ നബി തങ്ങളെ കെട്ടിപ്പിടിച്ചിട്ട് അവിടെ സ്നേഹം കാണിച്ചു. അത് ഇഷ്കാണ്. നിങ്ങളുടെ ഈ ഇരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെ എന്താ ഇന്നത്തെ ഇഷ്ക്? നബി തങ്ങളെ പറ്റി പറയുമ്പോൾ നിങ്ങൾ കേൾക്കുന്നതാണ് ഇന്നത്തെ നിങ്ങളുടെ ഇഷ്ക്. ഓരോ സൈസിലാണ് ഇഷ്ക് വരുന്നത്. അള്ളാഹു ഇരിക്കുന്ന മുഴുവൻ സഹോദരങ്ങൾക്കും അള്ളാഹുവിന്റെ ഹബീബിന്റെ പൊരുത്തം കിട്ടുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു തല ഉൾപ്പെടുത്തട്ടെ. ഉറക്കെ പറയും, ഞാൻ നിങ്ങൾ ഒരുപാട് നേരെ എത്തൂല, ഒരുപാട് നേരെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ട്. അള്ളാഹു എല്ലാവരെയും അള്ളാഹു തല സ്വീകരിക്കട്ടെ അല്ലേ? അതുകൊണ്ട് എത്ര സ്നേഹം കൊടുക്കാൻ പറ്റുമോ അത്രയും നമ്മൾ കൊടുക്കണം. എന്തിനാ ആദ്യം ഉമനീറിനെ പറ്റി പറഞ്ഞത്? നബി തങ്ങളോടുള്ള സ്നേഹം വർദ്ധിക്കാനാണ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ. പിന്നെ ഓരോ മദ്ഹ് ഇങ്ങനെ പറഞ്ഞു കൊടുത്തു സ്വഹാബത്തിന് ഇല്ലേ? നമുക്കിന്ന് ഇപ്പൊ എവിടെ ഇന്നിപ്പോ സ്നേഹമുള്ളത്? ബഹുമാനപ്പെട്ട ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു. ആ ബിലാൽ തങ്ങളുടെ ഇഷ്ക് എങ്ങനെയായിരുന്നു? മദീന വിട്ടു പോകലായിരുന്നു. ബിലാൽ തങ്ങളുടെ സ്നേഹം മദീന വിട്ടു പോയി. എന്താ കാരണം? എന്റെ റസൂലില്ലാത്ത മദീന ഇനി എനിക്ക് വേണ്ട, എന്റെ ഹബീബില്ലാത്ത മദീന ഇനി എനിക്ക് വേണ്ട. എന്താ കാരണം? മദീന വേണ്ടെന്നല്ല, ഞാൻ ഇനി ഇവിടെ നിൽക്കൂലാൻ. അതൊരു സൈസിലെ ഇഷ്കാണ്. നബി തങ്ങളോടുള്ള ഇഷ്ക് പല 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 കോലത്തിലാണ്. അത് വ്യക്തമായി നമ്മൾ പഠിക്കേണ്ടുന്ന ഒരു വിഷയം കൂടെയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ഈ ഒരു വിഷയം വെച്ചുകൊണ്ടാണ് ഞാൻ ഈ വിഷയം തന്നെ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, മുസ്തഫ നബി തങ്ങൾ നമ്മുടെ ഖൽബിന്റെ അകത്തട്ടിലേക്ക് ഒന്ന് ഇറങ്ങി വരണം. അപ്പോഴേ നമുക്ക് വിജയിക്കാൻ കഴിയുള്ളൂ. ആ സമയമേ നമുക്ക് സന്തോഷത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകാൻ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്തണം. ഹബീബ് നമ്മുടെ ജീവിതത്തിൽ വേണം, മുസ്തഫ നബി തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വേണം.